വാർത്തകൾ വിശദമായി. കോഴിക്കോട് പന്തീരാങ്കാവിൽ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത അലൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളി. കോഴിക്കോട് ജില്ലാ കോടതിയുടേതാണ് ഉത്തരവ്. UAPA നിലനിൽക്കുന്നതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പ്രതികളെ കാണാൻ അഭിഭാഷകർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ജാമ്യ ഹർജിയുമായി ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കും. ബഹുമാനപ്പെട്ട ഈ കോടതിയുടെ അഭിപ്രായം ഇപ്പോൾ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതെന്താണ് അതിലെ ഗ്രൗണ്ടുകൾ എന്നുള്ളത് ഓർഡർ കിട്ടിയാൽ ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കക്ഷികൾ തരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ കോടതിയിൽ വാദിക്കുന്നത്. ഇറ്റ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയിട്ടുണ്ടാവാം. അത് അന്വേഷിച്ച് വരട്ടെ. അത് അന്വേഷിച്ച് വന്നതിന് ശേഷം ജാമ്യം കൊടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കാം കോടതി തള്ളിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു ധാരണയിലെത്താൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. 2 പെറ്റീഷൻ ഹൈക്കോടതിയെ സമീപിക്കും. FIR കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടും. ജാമ്യം പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല എന്നുള്ളത് സങ്കടമുണ്ട്. പക്ഷേ അത് നിയമത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടാവുമായിരിക്കുമല്ലോ. ഞങ്ങൾ തുടർന്ന് നിയമ നടപടികൾക്ക് നീങ്ങും. ജുഡീഷ്യറിൽ വിശ്വാസമുണ്ട്. എന്തിനാലും നിരപരാധി ഇവൻ പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാസ്റ്റർ തയ്യാറാക്കിയതിലുള്ളത് കുറേ കള്ളത്തരങ്ങളാണ് കണ്ടത്. ചിലതൊക്കെ പലരും ഫേസ്ബുക്കിലൂടെയൊക്കെ വന്നത് എനിക്ക് അയച്ചതൊക്കെ വളരെ അത്രയും ഫാബ്രിക്കേറ്റഡ് ആണ് സാധനം ഉറപ്പുള്ള സാധനമാണ്. കോടതിയിൽ പോലീസിന് തെളിവുണ്ടെങ്കിൽ അത് കോടതിയിലല്ല ഹാജരാക്കേണ്ടത്. നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാം. തീർച്ചയായിട്ടും വക്കീലിന് നിർദ്ദേശപ്രകാരം എന്താണെന്ന് വെച്ചാൽ തുടർ നടപടി. തുടർ നടപടികൾക്കായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളുകയായിരുന്നു. കേസിൽ UAPA നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികൾ കുറ്റസമ്മതം നടത്തി എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് സമർപ്പിച്ച തെളിവുകൾ നിർണായകമായിട്ടുണ്ട്. അഭിഭാഷകർക്ക് പ്രതികളെ കാണാൻ അതേസമയം അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 1 മണിക്കൂർ ഈ 2 അഭിഭാഷകരും 2 പേരെയും കണ്ട് വിശദാംശങ്ങൾ സംസാരിക്കും. ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നിതിൻ, എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? ഹർഷൻ, താഹയുടെ ഒപ്പം തന്നെ അലൻ ഷുഹൈബിൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയിരിക്കുന്നു. പ്രധാനമായും കേസ് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ UAPA നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇന്ന് വിശദമായ ഒരു വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം കേസിന്മേൽ ഒരു വിശദമായ വാദം കേട്ടിരുന്നു. പ്രധാനമായും ഈ ഒരു കേസിൽ UAPA നിലനിൽക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസ് അതിന് തക്ക തെളിവുകളാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നത്. ചില ലഘുലേഖകളും ഒപ്പം തന്നെ ചില നോട്ടീസുകളും പോലീസ് കൈമാറിയിരുന്നു. എന്നാൽ മറ്റു പുതിയ തെളിവുകളൊന്നും തന്നെ ഇന്ന് ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ വാദം കേൾക്കാതെ ഇന്ന് രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതായിരുന്നു എടുത്തത്. തുടർന്ന് അധികം വൈകാതെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇതിന്മേലൊരു ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും നീക്കം. പ്രധാനമായും കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണെന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മൂന്നാമതൊരു വ്യക്തി കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അയാൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പോലീസിന്റെ FIR-ൽ പറയുന്നുണ്ട്. ഈ മൂന്നാമത്തെ ആൾക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ വരും ദിവസങ്ങളിൽ, അതായത് നിലവിലിപ്പോൾ കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടിനിടെ തന്നെ അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും. അതിനുശേഷം ഒരുപക്ഷെ നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതികളെ നാളെ കസ്റ്റഡിയിൽ കിട്ടാനാണ് സാധ്യത. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ മൂന്നാമത്തെ ആളെപ്പറ്റി ഒരു വിശദമായ വിവരം പോലീസ് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിനെ സംബന്ധിച്ച് ഈ കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കാൻ കഴിയും. ഒപ്പം തന്നെ നിലവിലിപ്പോൾ ഈ ഒരു ജില്ലാ കോടതിയുടെ ഉത്തരവിന്മേൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബന്ധുക്കളുടെ ഒപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെയും നീക്കം. അല്പസമയത്തിന് മുമ്പ് തന്നെ ഇവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചിരുന്നു. ഈ ഒരു കേസിന്മേൽ ഇപ്പോൾ ജുഡീഷ്യറിൽ വിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1:45 തന്നെ ഈ ജില്ലാ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിക്കും. അതിനുശേഷം മാത്രമേ ഒരു വിശദമായിട്ടുള്ളൊരു കാര്യം കോടതിയുടെ എന്തൊക്കെ കണ്ടെത്തലാണ്, കോടതിയുടെ എന്തൊക്കെയാണ് ഈ ഒരു ജാമ്യം തള്ളാൻ കാരണമെന്ന് സംബന്ധിച്ചൊരു വിശദമായ വിവരം ലഭിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലായത് തന്നെയാണ് ഈ UAPA നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഹർഷൻ, ഈ ബന്ധുക്കളുടെ നിലപാട് ഹൈക്കോടതിയെ സമീപിക്കാനാണല്ലോ. ഏതു തരത്തിൽ നീങ്ങുമെന്നാണ് ഇപ്പോൾ അഭിഭാഷകരും വ്യക്തമാക്കിയിരിക്കുന്നത്? ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ചൊരു ഓർഡർ ലഭിക്കും. അതിനുശേഷം ആ ഓർഡറിന്മേലുള്ള ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള, അതായത് ജാമ്യാപേക്ഷ തള്ളിയ കോടതിയുടെ എന്തൊക്കെയായിരുന്നു അതിൽ ഉൾപ്പെട്ടത് സംബന്ധിച്ച് വിശദമായി വായിച്ച ശേഷം മാത്രമേ ഒരു ഹൈക്കോടതിയിലേക്ക് എന്ന് പോകും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നീങ്ങണമെന്ന് സംബന്ധിച്ച് അറിയിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു കേസിന്മേലുള്ള തെളിവുകൾ ഹൈക്കോടതിയിന്മേൽ സ്വാഭാവികമായിട്ടും നിലനിൽക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് പ്രതിഭാഗം പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ UAPA ചുമത്തത്തക്ക ഒരു തെളിവുകളില്ല. കാരണം ഇത് ലഘുലേഖകൾ കണ്ടെത്തിയതാണ്
ഏറ്റവും പ്രധാനമായി പറയുന്നത്. മാത്രമല്ല FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിരോധിത സംഘടനകളുടെ അംഗങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്തരമൊരു സംഘടനകളുടെ അംഗങ്ങളാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു വിശദാംശം സംബന്ധിച്ച് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു അംഗങ്ങളല്ല, പ്രത്യേകിച്ചും ലഘുലേഖകൾ കൈവശം വയ്ക്കുന്നത് UAP ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വാദിച്ചത്. സ്വാഭാവികമായിട്ടും അത്തരം വാദങ്ങൾ തന്നെയായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അവർ സ്വീകരിക്കുക. നിലവിലിപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 2 മണിയോട് തന്നെ ഈ ഓർഡർ കൈക്കിട്ടിയ ശേഷം മാത്രമേ ഇതിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ സംബന്ധിച്ചൊരു ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ പ്രതിഭാഗ അഭിഭാഷകന്റെയും തീരുമാനം. FIR ക്വാഷ് ചെയ്യണമെന്നടക്കമുള്ള ആവശ്യമായിരിക്കുമല്ലോ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുക. ഇത് ഹൈക്കോടതിയിൽ ഏത് നിലയ്ക്ക് നീങ്ങാൻ ഈ നിയമസഹായം എന്നത് നേരത്തെ CPM-ന്റെ പിന്തുണയോടെ തന്നെ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ആ മട്ടിൽ തന്നെ ആയിരിക്കുമോ ഹൈക്കോടതിയെയും സമീപിക്കുക? തീർച്ചയായും ഇന്ന് ഹാജരായത് MK ദിനേശ് എന്ന അഭിഭാഷകനാണ്. അദ്ദേഹം ഇവിടുത്തൊരു CPM-ന്റെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. മാത്രമല്ല അത്തരമൊരു നിയമസഹായം പാർട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു അത്തരമൊരു നിയമസഹായം ബന്ധുക്കൾക്ക് പിന്തുണ നൽകുന്നല്ലാതെ പാർട്ടി അത്തരമൊരു നിയമസഹായം നൽകുന്നില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്നും ഈ ഹാജരായത് MK ദിനേശൻ അഭിഭാഷകനാണ്. സ്വാഭാവികമായിട്ടും നാളെ ഇനി വരും മണിക്കൂറിൽ ഹൈക്കോടതിയെ പോകുന്ന സംബന്ധിച്ചൊരു വ്യക്തമായ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ FIR കോഷ് ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സംബന്ധിച്ച് ഈ ഒരു വിശദാംശങ്ങൾ ഈ കോടതിയുടെ പകർപ്പ് ലഭിച്ച ശേഷം മാത്രമേ ആ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം. നിതിനാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് സെക്രട്ടറി ടോം ജോസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിനെ ന്യായീകരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ലേഖനം കേസന്വേഷണത്തെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ലേഖനം എഴുതിയത് സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ്. ലേഖനത്തിലെ പരാമർശങ്ങൾ വ്യക്തിപരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലേഖനം കേസന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. തനേഷ് തമ്പി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. തനേഷ്, എന്താണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും സ്വീകരിച്ച നിലപാട്? ഹർഷൻ, ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ലേഖനമാണ്. ഇന്നലെ തന്നെ സഭയിൽ ഇക്കാര്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ആ ലേഖനം വായിച്ചിട്ടില്ലെന്നും അതിൻ്റെ ഉള്ളടക്കം അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇന്ന് ശൂന്യവേളയിൽ രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയം ഉന്നയിച്ചു. അന്വേഷണത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ലേഖനം എന്നുള്ളൊരു നിലപാടാണ് രമേശ് ചെന്നിത്തല സഭയിൽ സ്വീകരിച്ചത്. ഇത് അനുചിതമായി പോയി. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം, മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതേസമയം മുഖ്യമന്ത്രി ഈ ലേഖനം എഴുതിയത് സർക്കാരിൻ്റെ അറിവോടെയല്ല, ഇത് പ്രസിദ്ധീകരിച്ചത് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയല്ല എന്ന് സഭയെ അറിയിച്ചു. എന്നാൽ ഈ ലേഖനത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം ടോം ജോസിൻ്റെ വ്യക്തിപരമായ പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ആ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് ടോം ജോസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷം മുതിർന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി ടോം ജോസിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി അടക്കം ഉള്ള ആളുകൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും കൂടുതൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ഒരു നിലപാട് മുഖ്യമന്ത്രി ഈ ടോം ജോസിൻ്റെ ഈ ലേഖനത്തെ ന്യായീകരിക്കുന്ന നിലപാട് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തനേഷാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ BJPയും ശിവസേനയും ചേർന്ന് സർക്കാർ ഉണ്ടാക്കണമെന്ന് ശരത് പവാർ. NCPയും കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുമെന്നും ശരത് പവാർ വ്യക്തമാക്കി. ശിവസേനയെ പിന്തുണയ്ക്കില്ല. BJP ശിവസേന നേതാക്കൾ നിർണായക തീരുമാനത്തിൽ എത്തുമെന്നുമാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇപ്പോൾ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ NCP ആണ് എന്നതാണല്ലോ കൂടുതൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ആലോചനയ്ക്കില്ലാതെ ശിവസേന വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഈ സാഹചര്യത്തിൽ നമുക്കങ്ങനെ ശിവസേന അല്ലെങ്കിൽ NCP സഖ്യം ഉണ്ടാകില്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. NCP ഇപ്പോഴും പരസ്യമായിട്ട് ഇങ്ങനെ ഒരു സഖ്യത്തിന് സാധ്യതയില്ലെന്ന് പറയുന്നത് തന്നെ രഹസ്യമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ചെറിയ പാർട്ടികളെയും ഇപ്പോഴത്തെ അവരുടെ പ്രശ്നം 3 പാർട്ടികളും ചേർന്നാൽ പോലും കോൺഗ്രസും NCPയും
ശിവസേനയും ചേർന്നാൽ പോലും ആകെ ആവശ്യമായിട്ടുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഒരു സീറ്റിൻ്റെ കുറവ് ഇവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് പാർട്ടികളും കൂടി ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നതിനെയും ഒപ്പം കോൺഗ്രസ് പുറത്തു നിന്ന് പിന്തുണയ്ക്കുക എന്നതിനും ഉപരി ഈ സർക്കാർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മറ്റു ചില കക്ഷികളുടെ പിന്തുണ ലഭ്യമായേ മതിയാകൂ. ഇതിന് സാധ്യമാകുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും NCP അവരുടെ നിലപാടിലേക്ക് എത്തുക. ഏതായാലും ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തങ്ങൾക്ക് ലഭിക്കും എന്ന് ഈ രണ്ട് വിഭാഗവും ഇപ്പോൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ BJP രൂപീകരിക്കുന്ന ന്യൂനപക്ഷ സർക്കാർ, ആ ന്യൂനപക്ഷ സർക്കാരിനെ സ്വാഭാവികമായിട്ടും വിശ്വാസ പ്രമേയം തേടുന്ന ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയതിന് ശേഷം ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ തന്ത്രങ്ങളുടെ ഭാഗമായി ഈ പാർട്ടികൾ ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്ന സാഹചര്യം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ശിവസേന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശിവസേനയെ അനുനയിപ്പിക്കാനായിട്ട് BJP ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾക്ക് ഗഡ്കരിയാണ് മുൻകൈ എടുക്കുന്നത് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഗഡ്കരി നടത്തുന്ന ആ നീക്കങ്ങൾ ഫലം കാണുകയാണെങ്കിൽ ഒരു സർക്കാർ BJP അല്ലെങ്കിൽ ശിവസേന സർക്കാർ യാഥാർത്ഥ്യമാകും. പക്ഷേ ശിവസേന നൽകുന്ന സൂചനകൾ മഹായുതി സഖ്യത്തിന്റെ ഭാഗമാകുന്നതിൽ നിന്നും അല്ലെങ്കിൽ മഹായുതി സഖ്യം അവസാനിച്ചു എന്നുള്ള സൂചനകളാണ് ശിവസേനയുടെ നേതാക്കന്മാർ നൽകുന്നത്. പ്രത്യേകിച്ച് സഞ്ജയ് റാവുത്ത് ഇന്നും വ്യക്തമാക്കിയത് ശിവസേനയുടെ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ എത്തും എന്നുള്ള കാര്യം തന്നെയാണ്. ഇത് മഹാരാഷ്ട്രയിൽ ഇനിയിപ്പം കാവൽ സർക്കാരിന് തുടരാനായി ഏതാണ്ട് 48 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സാഹചര്യത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. BJP ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഹർഷൻ, രാധാകൃഷ്ണൻ, ഇതിൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവർ ഈ NCPയുമായും ചില ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള സൂചന ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരമുണ്ടോ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായ ഘട്ടത്തിൽ തന്നെ ശിവസേനയ്ക്ക് മുൻപായി തന്നെ ശിവസേന NCPയെ സമീപിക്കുന്നതിന് മുൻപായി തന്നെ BJPയുമായി NCPയെ കൂട്ടിച്ചേർക്കാനായിട്ട് ചില ബിസിനസ് സംരംഭകർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ബിസിനസ് പ്രമുഖർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ RSS നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് NCPയെ കൂടെ കൂട്ടാൻ BJPക്ക് സാധിക്കാതെ പോയത്. തുടർന്നാണ് അത് അവസരമാക്കി എടുത്ത് ശിവസേന NCPയുമായിട്ടുള്ള ഒരു മഞ്ഞുരുക്കലിലേക്ക് എത്തുന്ന വിധത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത്. സഞ്ജയ് റാവുത്ത് ഇന്ന് എത്തിയതുകൂടി കൂട്ടി അടുത്ത ദിവസങ്ങളിൽ എത്തിയ ശരത് പവാറിനെ കണ്ടത് ഏതാണ്ട് മൂന്നാമത്തെ തവണയാണ്. ഇത് ഒരുപക്ഷെ ഒരു കവർട്ടസി വിസിറ്റാണ് എന്ന് സഞ്ജയ് റാവുത്ത് പറയുമ്പോഴും തുടർച്ചയായി 3 കവർട്ടസി വിസിറ്റുകളൊന്നും നടത്തേണ്ട ഒരു ആവശ്യം സഞ്ജയ് റാവുത്തിനെ സംബന്ധിച്ച് ശരത് പവാറിനോട് ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ NCPയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശിവസേന ചില രാഷ്ട്രീയ നീക്കങ്ങൾ NCPയെ അടിസ്ഥാനമാക്കി നടത്തുന്നുണ്ട്. NCP ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതിൽ ചില ബുദ്ധിമുട്ടുകൾ ശിവസേനയ്ക്കുണ്ട്. അത് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും പിന്മാറുക എന്ന കാര്യത്തിലാണ്. പ്രത്യേകിച്ച് ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇളവ് NCPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശിവസേന NCP സർക്കാർ, സഖ്യ സർക്കാർ മഹാരാഷ്ട്രയിൽ യാഥാർത്ഥ്യമാകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് എങ്ങനെയാണ്? കോൺഗ്രസ് നേതൃത്വത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശരത് പവാറിന് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തെ കഴിഞ്ഞ തവണ വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു. 2 തവണയാണ് ശരത് പവാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയപ്പം സോണിയാഗാന്ധിയെ കണ്ടത്. ആദ്യ കൂടിക്കാഴ്ചയിൽ സോണിയാഗാന്ധിയോട് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശരത് പവാർ എത്തിയതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു അപകടം ശരത് പവാർ മണത്തറിഞ്ഞു. കാരണം NCPയിലേക്ക് വന്നിട്ടുള്ള വിമതരായി BJPയിൽ നിന്നും വന്നിട്ടുള്ള ഏതാണ്ട് 17ഓളം പേർ MLAമാരായി വിജയിച്ച് NCPയോട് ഒപ്പം ഇപ്പോൾ ഉണ്ട്. ഇവർ ശക്തമായിട്ടുള്ള ശിവസേന വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ഒരുപക്ഷെ ശിവസേനയെ പിന്തുണയ്ക്കാൻ സ്വീകരിച്ചാൽ അത് NCPയെ സംബന്ധിച്ച് അതൊരു പിളർപ്പിലേക്ക് പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തും എന്ന ഭയം NCPക്ക് ഉണ്ടായി. തുടർന്നാണ് ശരത് പവാർ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. തങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനായിട്ടാണ് മാൻഡേറ്റ് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ കാര്യങ്ങൾ പോകും എന്നാണ് ശരത് പവാർ
അഭിപ്രായപ്പെട്ടത്. പക്ഷേ ആ ഘട്ടത്തിലും ഈ MLA-മാരെ അനുനയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഒരു ഭരണത്തിൻ്റെ ഭാഗമാക്കാൻ മന്ത്രിസ്ഥാനങ്ങൾ അടക്കം വാഗ്ദാനം ചെയ്ത് അവരെ കൂടെ നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് NCP-യുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത്. ശിവസേനയുമായിട്ടുള്ള വിഷയത്തിൽ NCP സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഇപ്പോൾ തന്ത്രപരമാകാനായിട്ടുള്ള കാരണം ഇതുതന്നെയാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി സാകേത് കോടതിക്ക് മുന്നിൽ സംഘർഷം. അഭിഭാഷകർ ഗേറ്റ് പൂട്ടിയിട്ടു. അഭിഭാഷക പ്രതിഷേധത്തെ തുടർന്ന് അടച്ചിട്ട കോടതി ഗേറ്റ് തള്ളി തുറക്കാൻ നാട്ടുകാർ ശ്രമിക്കുന്നു. രോഹിണി കോടതിയിൽ അഭിഭാഷകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിവരങ്ങളുമായി വൈശാഖ് ശ്രീധരൻ ചേരുന്നുണ്ട്. വൈശാഖ്, കഴിഞ്ഞ ദിവസത്തെ സംഘർഷം വീണ്ടും തുടരുക തന്നെയാണോ? 5ാം ദിവസമാണ് ഇന്നിപ്പോൾ സംഘർഷം അങ്ങനെയാണെങ്കിൽ തുടരുന്നത്. ഒത്തുതീർപ്പ് ശ്രമങ്ങളും നേരത്തെ പോലീസിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അഭിഭാഷകരാണോ പ്രക്ഷോഭവുമായി ഇറങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഹർഷൻ, അസാധാരണമായ നടപടികളിലേക്കാണ് ഡൽഹി ഈ ആഴ്ച കടന്നു പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സാകേത് പരിസരത്താണ്. ഈ കോടതിയുടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കോടതിയുടെ ഗേറ്റ് അഭിഭാഷകർ അകത്തു നിന്ന് പൂട്ടിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. നീതി തേടി എത്തുന്നവർക്ക് കോടതിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പലരെയും ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഇപ്പോൾ അഭിഭാഷകർ തടഞ്ഞിരിക്കുകയാണ്. ഈ ഗേറ്റിൻ്റെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഗേറ്റിൻ്റെ താഴെ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നുണ്ട്. ഡൽഹി പോലീസിൻ്റെ ബാരിക്കേഡ് ഇവിടത്തേക്ക് നിരത്തി വെച്ചുകൊണ്ട് അകത്തേക്ക് ആരെയും പ്രവേശിക്കേണ്ട എന്ന നിലപാട് അഭിഭാഷകരും സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും അകത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെ അകത്തേക്ക് കടക്കാൻ ജനങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും അഭിഭാഷകർ അത് തടയുകയായിരുന്നു. അതേ തുടർന്നാണ് അവർ പൂട്ടിയിട്ടത്. എന്നാൽ ഇപ്പോൾ വളരെയധികം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിന് ഇവിടെ അയവ് വന്നിട്ടുണ്ട്. അഭിഭാഷകർ ഇപ്പോൾ അകത്തേക്ക് പോയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. പക്ഷേങ്കിൽ അഭിഭാഷകരുടെ ഇപ്പോഴത്തെ നിലപാട് ആരും തങ്ങൾക്ക് നീതി ലഭിക്കുന്നവരെ ആരും കോടതിയുടെ അകത്തേക്ക് പ്രവേശിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് അഭിഭാഷകർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് കോടതി 3 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്നുണ്ട്. കാരണം അഭിഭാഷകർക്കെതിരെ കടുത്ത നടപടി പാടില്ല എന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വ്യക്തത നേടിയ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ പറയുന്നത് അഭിഭാഷകർക്കെതിരെ എത്തരത്തിലുള്ള നടപടിയാകാം എന്നുള്ള കാര്യങ്ങളടക്കിയത് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇവർ സമരം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. വിവിധ കോടതികളിൽ, ഡൽഹിയിലെ സാകേത് കോടതിയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. വിവിധ കോടതികളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. പലരും രാവിലെ തന്നെ പുലർച്ചയ്ക്ക് നീതി തേടി കോടതി മുറികളിൽ എത്തിയതാണ്. തങ്ങളുടെ കേസ് പരിഗണിക്കാൻ വേണ്ടി എത്തിയതാണ്. പലർക്കും കോടതിയുടെ മുറികളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ അഭിഭാഷകർ നടത്തുന്നത് ഇപ്പോൾ ഒരു നീതി തേടിയുള്ള സമരമാണെങ്കിൽ പോലും അഭിഭാഷകരുടെ ഭാഗത്ത് അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പോലും ജനങ്ങൾക്ക് തികച്ചും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് അഭിഭാഷകർ ഇപ്പോൾ സമരം നടത്തുന്നത്. പലർക്കും കോടതിയുടെ പരിസര പ്രദേശങ്ങൾക്ക് കയറാൻ സാധിച്ചിട്ടില്ല. പലരും പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിൽ നിന്ന് നീതി തേടി ഇവിടെ എത്തിയതാണ്. പല രാവിലെ തന്നെ പുലർച്ചെ 7 മണി തൊട്ട് പലരും കോടതിയുടെ പരിസരത്തിലേക്ക് എത്തിയതാണ്. ഇതുവരെ ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് പലരോടും ഇപ്പോൾ ഇവിടെ ചില നാട്ടുകാരുണ്ട്, ഇത് നീതി തേടി കോടതിയിലേക്ക് രാവിലെ തന്നെ എത്തിയ പലരുമുണ്ട്. आपका प्रॉब्लम कब आया था? कब आया था? अभी आए थे भाई, हो गए सुबह से ही आके इधर ये कर रहे हैं। आपका प्रॉब्लम है क्या? ये हमने ये क्या कह रहे प्रगति मैदान के पास गए थे, अक्षरधाम मंदिर के पास, वो ये करें आधार कार्ड नाम चेंज करने के लिए, वहाँ से बोला कि कोर्ट से ये बना के ले आओ तब जाके होगा। അർഷൻ, ഇതുപോലെയാണ് പലരും പറയുന്നത്. തങ്ങൾ ചെറിയ കേസുകൾ പോലും ഇന്ന് നടത്തിക്കഴിഞ്ഞ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് പലരും ഇന്ന് വന്നത്. പലർക്കും ലീവ് കിട്ടിയത് ആ ദിവസം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ് പലരും എത്തിയത്. എന്നാൽ അഭിഭാഷകർ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പലരും ജനങ്ങളുടെ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന നമുക്ക് പുറത്തു വരുന്നത്. പക്ഷേങ്കിൽ ഇത് ആര് പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അവ്യക്തത തുടരുകയാണ്. പോലീസാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. എന്നാൽ അഭിഭാഷകരും പോലീസും ഈ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരാണ് ഇതിൽ ഇടപെടുക എന്നുള്ള ചോദ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തീസ് ഹസാരി കോടതിയിൽ അഭിഭാഷകരെ ആക്രമിച്ച വിഷയത്തിൽ കോടതി ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ ജുഡീഷ്യൽ അന്വേഷണത്തെ പോലീസുകാർ സ്വാഗതം ചെയ്യുന്നില്ല, അഭിഭാഷകർ മാത്രമാണ് സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. പോലീസുകാർ ഒരിക്കലും അഭിഭാഷകരുടെ അന്വേഷണത്തെ, അതായത് ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നില്ല. അവർ ആവശ്യപ്പെടുന്നത് പോലീസ്
പോലീസ് അന്വേഷണമാണ്. എന്നാൽ അഭിഭാഷകർ ഒരിക്കലും പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പോലീസുകാരായിരുന്നു വലിയ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പോലീസുകാർ അവർക്ക് പിന്തുണയുമായി എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒത്തുതീർന്നതാണ്. ഇന്ന് അതിൻ്റെ പരിഹാര ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ സ്ഥിതി എന്തായി? തീർച്ചയായിട്ടും ഹർഷൻ, ഇപ്പോൾ കഴിഞ്ഞ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പാണ് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചെയ്തത്. അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം തന്നെ യോഗം ചേർന്നിരുന്നു. ഈ കാര്യത്തിൽ, അതായത് ഇനി എന്താണ് സ്വീകരിക്കേണ്ടത്, കോടതിയിൽ ഒരു പുനഃപരിശോധന ഹർജി നൽകുന്ന കാര്യത്തിൽ അടക്കം തന്നെ ഒരു അന്തിമ കാര്യത്തിലൊക്കെ ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. പോലീസ് അഭിഭാഷകർ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും എതിരെയായിരുന്നു കോടതി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ഈ സംഭവത്തിൽ അഭിഭാഷകർക്കെതിരെ നടപടി വേണമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 11 മണിക്കൂർ നീണ്ടുനിന്ന പോലീസ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല. എന്നാൽ കോടതിയിലേക്ക് പോകുന്ന കാര്യത്തിലടക്കം പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു വ്യക്തത നൽകിയിട്ടില്ല. എന്നാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകും, അതായത് ഹർജി നൽകുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ രാവിലെ ഈ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഗവർണറുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഗവർണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജോയിന്റ് കമ്മീഷണർ അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് പോലീസ് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ ദിവസം അഭിഭാഷകർക്ക് നൽകിയ ഉറപ്പുകളൊക്കെ പാലിക്കുന്നതിനും അതുപോലെ തന്നെ അഭിഭാഷകർക്കെതിരെ എത്തരത്തിലുള്ള നടപടികൾ, ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായി ഏതൊക്കെ നടപടിയിലേക്ക് സ്വീകരിക്കണം, കോടതിയിൽ എത്തരത്തിലേക്കുള്ള നിലപാടെടുക്കണം, ഹർജിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കണം എന്നുള്ള കാര്യത്തിലടക്കം തന്നെ രാവിലെ ഗവർണറുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പക്ഷെങ്കിൽ എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകുക എന്ന കാര്യത്തിൽ ഇപ്പോൾ അന്തിമ തീരുമാനമായിട്ടില്ല. ഇതിൽ ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. 2 മീറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട രാവിലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്ന് പോലീസ് ആസ്ഥാനത്താണെങ്കിൽ മറ്റൊന്ന് ഗവർണറുടെ വസതിയിലായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ്. പോലീസും അഭിഭാഷകരും തമ്മിലുള്ള തർക്കം വലിയ ഏറ്റുമുട്ടലിൽ കലാശിച്ചിരുന്നു, വെടിവയ്പിൽ കലാശിച്ചിരുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയായി ഇന്നിപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് കരുതിയതാണ്. പോലീസ് ആ നാട്ടിൽ ഒത്തുതീർപ്പ് ചർച്ചകളുടെ തുടർച്ചയായി പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അഭിഭാഷകർ വീണ്ടും പ്രതിഷേധം ഉയർത്തുകയാണ് എന്നാണ് വൈശാഖ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തകൾ വിശദമായി തുടരുന്നു. സുപ്രീം കോടതി പൊളിക്കാൻ നിർദ്ദേശിച്ച മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാർ സാധനങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് സാധനങ്ങൾ ഒഴിപ്പിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. സാധനങ്ങൾ പൂർണ്ണമായി നീക്കാൻ സാവകാശം ലഭിച്ചില്ലെന്ന് ഉടമകൾ നഷ്ടപരിഹാര നിർണയ സമിതിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സാനിറ്ററി ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ മാറ്റാൻ അനുമതി നൽകിയത്. അതേസമയം ഫ്ളാറ്റിലെ സാധനങ്ങൾ കരാർ കമ്പനികൾ മോഷ്ടിച്ചതായി ഫ്ളാറ്റിലെ താമസക്കാരായിരുന്നവർ ആരോപിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് സാധനങ്ങൾ മാറ്റാൻ, പക്ഷേ മാറ്റാൻ സാധനങ്ങൾ അവിടെ ഇല്ല എന്നതാണോ ഇപ്പോൾ അവസ്ഥ? ഹർഷൻ, ഇന്ന് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഉടമകൾക്ക് ഫ്ളാറ്റുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാനുള്ള സമയം കോടതി അനുവദിച്ചിരുന്നത്. എന്തായാലും രാവിലെ തന്നെ ഉടമകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. 26 ഉടമകൾ എത്തിയിരുന്നു. അവർക്ക് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സാധനങ്ങൾ മാറ്റാനുള്ള അനുമതിയായിരുന്നു കോടതി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നതും. അവർ പറയുന്നത് തങ്ങളുടെ സാധനങ്ങളെല്ലാം കരാർ കമ്പനികൾ ഇവിടെ നിന്നും മാറ്റി, അല്ലെങ്കിൽ അവരെല്ലാം ഇവിടെ നിന്നും നേരത്തെ തന്നെ നീക്കം ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. എന്തായാലും അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം? ആരോപണം എന്ന് വെച്ചാൽ ടെൻഡർ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സാധനം എല്ലാം കൂടെ കൂടി ആണ് ടെൻഡർ കൊടുത്തിരിക്കുന്നത്. ഈ സാധനങ്ങളുടെ അവകാശം ഞങ്ങൾക്കുള്ള അത് കമ്മിറ്റിയിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പം കമ്മിറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ന സാധനങ്ങൾ നിങ്ങൾ എടുത്തോളാൻ. ഈ എഡിഫിസ് കമ്പനിയുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഇവർ സമ്മതിച്ചു ഈ സാധനം ഞങ്ങൾ 60 ഫ്ലാറ്റോളം ഇവിടെ പൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ നോക്കുമ്പം ഈ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് ഫ്ലാറ്റ് പൊട്ടിച്ച് അകത്ത് കയറി ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ ഇതിനകത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർക്കാരിൻ്റെ ബിൽഡിംഗ് ആണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്
ബിൽഡിംഗ് ഡിമോളിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് ഇവർക്ക് കൊടുക്കാമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നു സർക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവെൻറ്ററി പ്രിപ്പയർ ചെയ്ത് സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടേ കൊടുക്കാവുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ടെൻഡർ വിളിക്കുമ്പോൾ ഇന്ന ഇത്ര ഒരുപാട് സാധനം നിങ്ങൾക്കുണ്ട് എന്ന് ഇവരൊരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സബ് കളക്ടറിൻ്റെയൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അന്ന് പറഞ്ഞത് 23-ാം തീയതിയോ 21-ാം ഡേറ്റ് ഓർക്കുന്നില്ല, പറഞ്ഞു നിങ്ങൾക്ക് 2 ദിവസം ഇത് മാറ്റാനായിട്ട് സമയം തരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 ദിവസം പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സബ് കളക്ടറിൻ്റെ ഓർഡർ വരുന്നു, ഇത് എടുക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാം, അത് കമ്മിറ്റി തീരുമാനിക്കുന്ന പോലെ ചെയ്യുക. കമ്മിറ്റിയുടെ തീരുമാനവുമായിട്ട് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാമെന്നാണ് പറഞ്ഞിരുന്നത്? ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ വാഷ് ബേസിൻസ്, ടാപ്പ്, കബോർഡ്സ് എല്ലാം മൂവബിളായിട്ടുള്ള എല്ലാ ഐറ്റവും. എൻ്റെ അവിടെ തന്നെ 4 വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, ടൈൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് മാറ്റി. ഇവരുടെ ഫ്ലാറ്റിൽ എൻ്റെ അറിവിൽ പറയൂ എന്നൊക്കെയുണ്ട്. എൻ്റെ ഫ്ലാറ്റിൽ ടോയ്ലറ്റിൻ്റെ കൺസീൽ അങ്ങനെ കുറേ സാധനങ്ങളായിരുന്നു. മുഴുവൻ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. മുഴുവൻ സാധനങ്ങളും അവർ വോള് ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ സാധനങ്ങൾ നോക്കി വാല്യുബിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി കമ്മീഷൻ പറഞ്ഞതിന് ശേഷമാണ് ഇത് മുഴുവനും അവർ കാണിച്ചിരിക്കുന്നത്. ബേസിക് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് പോയ സാധനങ്ങൾ, ആ സാധനങ്ങളുടെ ലിസ്റ്റാണ് കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ആ സാധനം എടുക്കാൻ ഇവിടെ വന്ന ആ സാധനം ഇവിടെ കാണില്ലല്ലോ. ഇപ്പോൾ അവരെടുത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കമ്മീഷൻ കൊടുത്ത് കമ്മീഷൻ ഉൾപ്പെടെ അവർ പറ്റിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം അവരുടെ കോൺട്രാക്ട് വാല്യൂ ഒന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോയി പൈസ ഉണ്ടാക്കലാണ് ഉദ്ദേശം. എന്തായാലും ഇവർ പറയുന്നത് പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. ഇവർ സാധനങ്ങൾ മാറ്റി എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. ഇവിടുത്തെ ഒരു താമസക്കാരിയായിരുന്നു, അവരോടും കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ കളവ് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ല, എൻ്റെ റൂമിലത് പോയിട്ടില്ല, ബാക്കിയെല്ലാം അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം കുറേറ്റീവ് പെറ്റീഷൻ ഈ 26-ാം തീയതി വരാൻ കാത്തിരിക്കുകയാണ്. അതുപോലും തരാതെ ഇത്രയും ധൃതിയിൽ എന്തിനാണ് ഇത് അടിച്ച് പൊളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ധൃതി നമ്മളെ റോഡ് നന്നാക്കാനും കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ലതായിരുന്നു. ഞങ്ങളൊരു വേദനയും വിഷമമുണ്ട്. ഞങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഞങ്ങളെ കേൾക്കാതെ ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. അപ്പം ഇതിപ്പം ഒരു സമയം, ഒരു കോടതിയുടെ ഒരു കാലാവധി വരുന്ന മുന്നിട്ട് എത്രയും ധൃതി പിടിച്ചാണ് ഇതിപ്പം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനും ഇത് സ്ട്രക്ചർ, പുറമേയുള്ള സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ഉള്ളിലും മുഴുവൻ അടിച്ച് നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ റൂമിൽ ലോക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ ഉണ്ട്. അതെന്താണെന്നറിയില്ല, അത് പിന്നെ ക്ലോസ് ചെയ്തിട്ടില്ല, മീൻസ് അടിച്ച് പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെയോടെ അതും കൂടിയും കഴിയും. ബാക്കിയെല്ലാം അടിച്ച് നിരത്തിയിട്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ മാറ്റുമോ പൂർണ്ണമായിട്ടും? ഇപ്പം ഞാൻ എടുക്കാൻ വന്നത് എൻ്റെ ഡോറും വിൻഡോസൊക്കെ എടുക്കാണ്ടി വന്നതാണ്. അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് ഞങ്ങളുടെ സാധനമാണ്, പക്ഷേ അത് എടുക്കാൻ പാടില്ല എന്ന് ഇവർ പറയുന്നത്. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ആകെ ഫാനും ട്യൂബും മാത്രമേ, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവരൊക്കെ ഒന്നിച്ചെടുത്തിട്ട് അവർ ലേലത്തിന് കൊടുത്തിരിക്കുകയാണ്. എനിക്കറിയില്ല, ഞങ്ങളെ തൊടാൻ സമ്മതിക്കുന്നില്ല. അതിൽക്കൊന്നും ഞങ്ങൾക്ക് ഒരു അവകാശമില്ല. പറയുന്നത് പോലെ തന്നെ ജനലുകളും വാതിലുകളും എല്ലാം വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോൾ ഈ ഫ്ളാറ്റിലെ താമസക്കാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഫ്ളാറ്റിലെ സാധനങ്ങൾ മാറ്റാൻ അവസാനം നൽകിയിരിക്കുന്ന സമയം ഇന്നായിരുന്നു. പക്ഷേ പല സാധനങ്ങളും നേരത്തെ തന്നെ ഈ കരാറെടുത്തവർ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. വാർത്തകൾ വിശദമായി ഇവിടെ പൂർത്തിയാകുന്നു.